സംസ്ഥാനത്ത് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വ്യാപക അക്രമ സമരം. തിരുവനന്തപുരത്ത് ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ ഔദ്യോഗിക വസതിയിലേക്ക് നടത്തിയ മാർച്ച് അക്രമാസക്തമായി. കമലേഷ് തെക്കേകാടുണ്ട് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നതിനായി. കമലേഷ്, തിരുവനന്തപുരത്ത് മാത്രം ഒതുങ്ങുന്നില്ല, സംസ്ഥാനത്തിന്റെ പല ഭാഗത്തും ഇത്തരത്തിൽ പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ് രംഗത്ത് വരികയാണ്. അനാവശ്യ പ്രതിഷേധവുമായി രംഗത്ത് വരുന്നുണ്ട്. എങ്ങനെയാണ് വിവരങ്ങൾ? ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ ഔദ്യോഗിക വസതിയിലേക്കായിരുന്നു തിരുവനന്തപുരത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് നടത്തിയത്. ഈ മാർച്ചിന്റെ മറവിൽ വ്യാപകമായ അക്രമമാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ തിരുവനന്തപുരത്തും അതുപോലെ തന്നെ സംസ്ഥാനത്താകമാനവും അഴിച്ചുവിട്ടത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. വലിയ തരത്തിൽ കമ്പും വടികളും ഉപയോഗിച്ച്, ഈ കൊടികെട്ടിയ വടികൾ അടക്കം ഉപയോഗിച്ച് പോലീസിനെ ആക്രമിക്കുന്ന ഒരു കാഴ്ചയാണ് ഇന്ന് തിരുവനന്തപുരത്ത് കാണാനായത്. ഏതായാലും വളരെ സംയമനത്തോടെ തന്നെയാണ് പോലീസ് ഈ മാർച്ചിനെ നേരിട്ടത്. 18 തവണ ജലപീരങ്കി പ്രയോഗിച്ചുകൊണ്ട് ഈ പ്രവർത്തകരെ, അതായത് വലിയ തരത്തിൽ പ്രകോപനം സൃഷ്ടിച്ചുകൊണ്ടിരുന്ന പ്രവർത്തകരെ പിരിച്ചുവിടാൻ പോലീസ് ശ്രമിച്ചെങ്കിലും പ്രവർത്തകർ അതിന് തയ്യാറായില്ല. ബാരിക്കേഡ് മറികടന്നു പോലും പോലീസിനെ ആക്രമിക്കുന്ന ഒരു നിലയാണ് ഇന്ന് തിരുവനന്തപുരത്ത് കാണാനായത്. സംസ്ഥാനത്തെ മറ്റ് വിവിധ ജില്ലകളിലും ഇത്തരത്തിൽ DMO ഓഫീസിലേക്ക്, അതായത് ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ ഓഫീസിലേക്കാണ് മാർച്ച് നടത്തിയത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ. കണ്ണൂരിലും വലിയ തരത്തിൽ അക്രമ സംഭവങ്ങളുണ്ടായി. പാലക്കാടും പോലീസിന് നേരെ വലിയ അക്രമമുണ്ടായി. കാസർഗോഡ് കാഞ്ഞങ്ങാടാണ് മാർച്ച് സംഘടിപ്പിച്ചത്. ഇവിടെ ഈ കൊടി കെട്ടിയ വടി ഉപയോഗിച്ച് പോലീസിനെ ആക്രമിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ഏതായാലും വലിയ തരത്തിൽ ഇത്തരത്തിൽ ആരോഗ്യമന്ത്രിക്കെതിരെ അല്ലെങ്കിൽ ആരോഗ്യ വകുപ്പിനെതിരെ ഒരു സമരം എന്ന നിലയിൽ മുന്നോട്ട് പോയെങ്കിലും ഈ സമരത്തിൻ്റെ മറവിൽ വ്യാപകമായ അക്രമം അഴിച്ചുവിടുന്നതിന് വേണ്ടിയാണ് ഇന്നത്തെ മാർച്ചുകളിലൂടെ, ഇന്നത്തെ പ്രതിഷേധ പരിപാടികളിലൂടെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വ്യാപകമായി ശ്രമിച്ചത്.